ഞാൻ ഡോക്ടർ സലീം, സൈക്യാട്രിസ്റ്റ്, CBB ഹോസ്പിറ്റൽ, കൊച്ചി. ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ. ആങ്സൈറ്റി ഒരു പരിധിവരെ നമുക്കൊക്കെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കൊരു പരീക്ഷ വരുന്നുണ്ടെങ്കിലും ഒരു 2-3 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും ട്രിപ്പ് പോകാനുണ്ടെങ്കിലൊക്കെ ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ നമ്മളെ അത് പ്ലാൻ ചെയ്യാനും നമുക്കത് അടുക്കിപ്പെറുക്കി കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം സാധിപ്പിച്ചെടുക്കാനും നമുക്കൊരു മോട്ടിവേഷൻ, എക്സാം എഴുതാനൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാനൊക്കെ ഒരു പരിധിവരെ ഉത്കണ്ഠ സഹായിക്കും. പക്ഷെ ഉത്കണ്ഠ ഒരു പരിധി വിട്ട് കഴിയുമ്പോഴാണ് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറുന്നത്. ഉത്കണ്ഠ ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിടിപ്പ് വരും, ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, നമുക്ക് എപ്പോഴും റെസ്റ്റ്ലെസ്നെസ്, വെപ്രാളമായിരിക്കും, തീരെ ഇരിക്കപ്പുറതി ഇല്ലാത്ത അവസ്ഥയായിരിക്കും, ഉറക്കത്തിനെ അത് ബാധിക്കാം, നമുക്ക് പാനിക് അറ്റാക്സ് വരാം, നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസം നിന്ന് പോകുന്ന പോലെ തോന്നുക, ഇത്തരത്തിലുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ ആങ്സൈറ്റി കൂടുമ്പോൾ സംഭവിക്കാം. അപ്പം ഇങ്ങനെ ആങ്സൈറ്റി ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനെ അത് വളരെ കാര്യമായി മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. ആങ്സൈറ്റി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് ഡിപ്രഷൻ പോലെയുള്ള വിഷാദ രോഗം പോലെയുള്ള അവസ്ഥകളിലേക്ക് പോകുന്നതും കാണാറുണ്ട്. ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉത്കണ്ഠയുമായി നിങ്ങൾക്കുണ്ടെങ്കിൽ 24 മണിക്കൂറും നമ്മുടെ നമ്പർ ലഭ്യമാണ്. CBB ഹോസ്പിറ്റലിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സൈക്യാട്രിസ്റ്റിന്റെ സേവനവും നമുക്ക് CBB ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.